കോൺഗ്രസ് ഓഫ് ഇന്ത്യ. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗത്ത് പല പല കാഴ്ചകൾ കണ്ടു നടക്കാം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനാണ്. ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാം. ഇത് മറ്റൊരു ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഇതാണ് ഇവിടുത്തെ പാണിയേലി പോര് എന്ന് പറയുന്ന ഒരു സ്ഥലം. പാണിയേലി പോര് എന്ന് പറയുന്നത് ഒരു സൈറ്റിംഗ് പ്ലേസ് അല്ലേ. ഇത് എന്തായാലും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. കാര്യം പെരിയാറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ നിന്ന് ചെറിയ ചെറിയ സ്ട്രീംസായിട്ട് വന്നിട്ടാണ് ഇത് ജോയിൻ ചെയ്തത് വലിയ സ്ട്രീമായിട്ട് ആറായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ട്രീംസ് വന്നിങ്ങനെ തമ്മിൽ മീറ്റ് ചെയ്തൊരു പോര് പോലെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പാണിയേലി പോരെന്ന് പറയുന്നത്. പോര് ഇപ്പോൾ ഷോർട്ട് ഫോം ഉണ്ട്, പോരെന്ന് പറയുന്നത് എല്ലാവരും. പോരിലേക്ക് കൊണ്ടുപോയി കാണിച്ചു വരും. അപ്പോൾ നമുക്ക് ഈ പാണിയേലി പോരിലേക്കൊന്ന് പോകാം. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയയിലൂടെ പോവാണല്ലോ നമ്മൾ, മലയാറ്റൂർ ഡിവിഷൻ, ഫോറസ്റ്റ് ഡിവിഷൻ. അപ്പോൾ ഒരു വനപ്രദേശത്ത് കൂടി ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ, ഇത് കാറിനെക്കാട്ടിലും കൂടുതൽ ജീപ്പിൽ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി, അപ്പോൾ സൗകര്യവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീപ്പിൽ തന്നെ പോകാം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് ടൂറിസം വികസന പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ്. കോടനാട് റേഞ്ച് മലയാറ്റൂർ ഡിവിഷൻ വനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ വനത്തിൻ്റെ സൈഡിലാണ് ഈ പാണിയേലി പോര് എന്ന് പറയുന്നത്. ഇവിടെ കുറേ ബോട്ട്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ വനത്തിലൊക്കെയുള്ള മൃഗങ്ങളുടെയൊക്കെയാണ്. ഇവിടെ മൗസ് ഡിയർ ഉണ്ട്, സാമ്പാരിയർ ഉണ്ട്, നീലത്തത്തയുണ്ട്, പലതരം ബേർഡ്സും ആനിമൽസും. ഇഷ്ടംപോലെ ആനയുടെ പ്രസൻസ് ഉള്ള സ്ഥലവുമാണ് ഇവിടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, ആന ആവണം. ബിജു എന്ന് പറയുന്ന ഇവിടുത്തെ ഓഫീസറാണ് ഫോറസ്റ്റിൻ്റെ. അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് ദൂരം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റും. നമ്മളൊക്കെ സ്ട്രേഞ്ചേഴ്സ് അല്ലേ ഈ സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വനം എന്ന് പറയുന്നത് തന്നെ ശരിക്കും ആനയുടെ പ്രസൻസ് ഉണ്ടല്ലേ. നല്ല തിക്ക് ഫോറസ്റ്റ് ഉണ്ട്. ഡിസംബർ ടു മെയ് ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ആന ക്രോസ് ചെയ്ത് ടൗണിലൊക്കെ ഭയങ്കര ചൂടാണ്. നല്ല മരങ്ങൾ. ആൾക്കാർക്ക് ശുദ്ധജലത്തിൽ ഈ വെള്ളം വെച്ചാൽ ഐസ് വാട്ടറാണ്. അപ്പം കുളിച്ച് റിലാക്സ് ആയി ഓരോ വർഷം സഞ്ചാര എണ്ണം വളരെ കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫെസിലിറ്റീസും കൂട്ടുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തിനകം അടിപൊളി ഫെസിലിറ്റീസ് കഫറ്റേറിയ വരും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമുക്ക് കൊട്ടവഞ്ചി വരുന്നുണ്ടോ? അയ്യോ, അത് ഡേഞ്ചറസ് അല്ലേ ഇവിടെ ഇത്രയും ഒഴുക്കുള്ള. അങ്ങനെ ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് നമ്മൾ എത്തി അല്ലേ. പാണിയേലി പോര്. ഈ പോരെന്നുള്ള പേര് വന്നത് തന്നെ ഇങ്ങനെ 3 സ്ഥലത്തും വെള്ളങ്ങൾ തമ്മിലുള്ള പോരാണ്. ഓക്കെ, ഇതൊന്നിച്ച് പിന്നെ ഇത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ പെരിയാറിൻ്റെ മെയിൻ സോഴ്സസ് ആണ്. 3 സ്ഥലത്തു നിന്നായിട്ട് വന്നിട്ട് അത് ഒരു സ്ഥലത്തുനിന്ന് മേർജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് വന്നിങ്ങനെ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദ കോലാഹലമാണ് അതിനൊരു പോരെന്നുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത് അല്ലേ, പോര്. എന്നിട്ട് ഇതിങ്ങനെ പരന്നൊഴുകുകയാണ്. ഇവിടെ ഒരുപാട് അപകടം ഉള്ള ഭാഗങ്ങളുമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വളരെ ശാന്തമാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല അടിയൊഴുക്കുണ്ടാവും, ചുഴിയുണ്ട്. അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
പണ്ട് ഒരുപാട് അപകടങ്ങൾ നടന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇവരുടെ എല്ലാം കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ബോർഡ്സ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മാത്രം മതി. പെരിയാറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പൊസിഷനിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ നടന്നു പോകാം. ധാരാളം സിനിമകളുടെ ചിത്രീകരണം, ടെലിഫിലിംസ്, ആൽബംസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ഏരിയ അല്ലേ. സൈഡിൽ ഇങ്ങനെ പാണിയേരി പോരിലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഇപ്പുറത്തെ സൈഡിൽ നല്ല വനത്തിൻ്റെ അന്തരീക്ഷം. ഈ വനത്തിൽ ധാരാളം ഔഷധ മരങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കൊരു പക്ഷെ അറിയില്ല. പക്ഷേ ഈ കാണുന്ന ഈ വള്ളി പോലും ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു വള്ളിച്ചെടിയാണ്. ഇത് ഭയങ്കര അപൂർവമായ ഒരു സസ്യമാണെന്നാണ് പറയുന്നത്. ഇത് പന്നിവള്ളി എന്നാണ് ഇത് പറയുന്നത്. ഭയങ്കരമായ റയർ കളക്ഷനാണ്. ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വള്ളി ട്വിസ്റ്റ് ചെയ്ത് പോകണം. ഈ കയറ് പിരിച്ചാൽ മാതിരി അങ്ങ് പോവാണ് നാച്ചുറലായിട്ട്. അതൊക്കെ ഭയങ്കര ഒരു മെഡിസിനൽ പ്രോപ്പർട്ടിയാണ്. ഈ ഭാഗത്ത് നോക്കൂ. ഇപ്പോൾ ഇവിടെയാണ് അത് ശരിക്കും കുറച്ച് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോര് കാണാം ഏകദേശം എന്ന് പറയാം. അതായത് വാട്ടർ 2 സ്ഥലത്ത് 3 സ്ഥലത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ വന്ന് മേർജ് ചെയ്യുന്ന ഒരു കാഴ്ച. അതിൻ്റെ കുറച്ച് ശബ്ദവും. ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന 3 സ്രോതസ്സുകൾ ഒന്നിച്ച് ചേരുന്ന ഇങ്ങനെ എന്താ പറയുക പരന്ന് ഒഴുകുന്ന കാഴ്ചയാണ്. ഇത് കാണുമ്പോൾ വളരെ പ്രശാന്ത സുന്ദരമാണ്. ഈ ഭാഗത്തൊക്കെ വളരെ ശാലോ ആണ്. നമുക്ക് വേണമെങ്കിൽ കാലൊക്കെ വെച്ച് നിൽക്കാം. പക്ഷെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ വളരെ വളരെ എന്താ പറയുക അധികം താഴ്ചയില്ലാണ്ട് തോന്നും. പക്ഷെ കുറച്ച് ട്രാപ്പാണ് ആ ഭാഗമല്ല. പാറയുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. മറ്റൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് അമ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് ഈ കൊട്ടയെല്ലാം നെയ്യുന്ന ഇതിൻ്റെ മുള പോലത്തെ മുളയുടെ ഫാമിലിയിലാണ്. അമ എന്നാണ് അതിൻ്റെ പേര്. അറിയില്ല. നല്ല ഇരുട്ടായി. ഇവിടെയൊക്കെ നല്ല കൂളിംഗ് ആണ്. കാര്യം ഇത്രയും നിബിഡമായ വനത്തിൻ്റെ സൈഡിലും ഉള്ളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ ഭാഗത്ത് ശരിക്കും ആന ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് 1 വീക്ക് ബാക്ക് ഇവിടെ ഒരു ആന വന്ന് നിന്ന് കാട്ടാനയാണ്. ഇവിടെ എല്ലാം മരമൊക്കെ മുറിച്ചിട്ട് അതിന് ഇഷ്ടമുള്ള സാധനമല്ലേ ഈ എന്താ ഇതിന് പറയുന്ന ആ മരത്തിന് പന, അതെല്ലാം കഴിച്ച് കുറച്ച് വിശാലമായിട്ട് നിൽക്കും. എൻ്റെ ആന പിണ്ടവുമുണ്ട്. ആ സമയത്ത് ഇവിടെ ടൂറിസ്റ്റുകളൊന്നും ഈ ഭാഗത്തേക്ക് വിടുന്നില്ല. കാര്യം അവർക്ക് അറിയാൻ പറ്റും ഫോറസ്റ്റുകാർക്ക് ഇവിടെ ആനയുടെ പ്രസൻസ് ഉണ്ട്. അന്നേരം വിടത്തില്ല. അങ്ങനെ പാണിയേരി പോരിൻ്റെ ഒരു പ്രധാന ഭാഗത്തു നിന്നും നമ്മളിങ്ങനെ കാടിൻ്റെ സൈഡിലൂടെ അതിൻ്റെ പല നാരോ ഏരിയാസിലും അല്ലാത്ത ഭാഗത്തും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എവിടെയാണൊന്ന് ഇറങ്ങാൻ പറ്റുന്നത് നോക്കി നടക്കുമല്ലോ. അങ്ങനെ നടന്ന് നമ്മൾ ആ ഫോറസ്റ്റ് ഒരു സൈഡിൽ കൂടെ കണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പെരിയാറിൻ്റെ കൈവഴികളെല്ലാം കണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഈ ആക്ച്വലി ഇതൊക്കെ നമ്മൾക്ക് ഇറങ്ങാൻ പറ്റിയ ഭാഗങ്ങളാണ്. പക്ഷെ ഇപ്പം മഴക്കാലമാണ്. കുറച്ചുകൂടി ഭയങ്കര ഫ്ലോ ആണ്. ഇത് ഭയങ്കര രസമാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ വെള്ളത്തിൽ കാലിട്ടിങ്ങനെ ഇരിക്കാം. ഈ സൈഡിൽ ഭയങ്കര ഒഴുക്കാണ്. അങ്ങനെ തട്ടി പോകുന്ന കാഴ്ച കാണാമല്ലോ അല്ലേ. ബ്യൂട്ടിഫുൾ സീനറിയാണിത്. വേണമെങ്കിൽ ഇച്ചിരൂടെ മാറി അങ്ങോട്ട് ഇരിക്കാം. വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാം. കഴുത്തറ്റം വരെ ഒന്ന് മുങ്ങാം ഒക്കെ ചെയ്യാം. അതിവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ
പോലെയുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പാണിയേരി പോരിൻ്റെ ഈ ഭാഗം കഴിഞ്ഞ് അവിടെ ചുറ്റോട് ചുറ്റും കാണുന്ന മലനിരകൾ ശ്രദ്ധിച്ചു നോക്കുക. ആ ഭാഗത്തൊക്കെ അതെല്ലാം മൂന്നാർ, മറയൂർ, ആ ഭാഗങ്ങളൊക്കെയാണ് അതിനപ്പുറത്തേക്ക്, ആ മലനിരകൾക്ക് അപ്പുറം. പിന്നെ വാഴച്ചാൽ, ആതിരപ്പള്ളി, ആ റേഞ്ചും ഒക്കെ ആ സൈഡിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയയാണ്. അങ്ങനെ ശരിക്കും ഒരു വനത്തിൻ്റെ നടുക്ക് അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു. അതെല്ലാം കൂടി ചേർന്ന് പെരിയാറായി മാറുന്നു. അതിന് പോരെന്ന് പേര് വരുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു. പ്രകൃതിയെ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ സീസൺ ഡിസംബർ ഓൺവേർഡ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ നവംബർ മാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും വെള്ളച്ചാട്ടവും വെള്ളത്തിൻ്റെ ഒഴുക്കും നദിയും പുഴയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം 5 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ ആന എപ്പോഴും ഇറങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ 5 o'clock ആനയുടെ വിഹാര കേന്ദ്രമാണ് ഈ പരിസരമൊക്കെ. ഇത് മഴക്കാലം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എന്താ പറയുക, ആന ക്രോസ് ചെയ്ത് വരുന്നല്ലേ പറയും. പ്രത്യേകിച്ച് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ആന അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാഴ്ചയും കാണാം. ഇപ്പോൾ എന്തായാലും ആന വനത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്കൊന്നും കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പെരിയാറിലേക്കുള്ള നമ്മളുടെ പുഴയുടെ ഒഴുക്കാണിത് പലതരം. ഇനി ഞാൻ ഇവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് ഇപ്പുറത്തെ സൈഡിലൂടെ നടന്ന് ഇവിടെയെല്ലാം നല്ല വഴുക്കലാണ് നമ്മളുടെ പാറയ്ക്ക്. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കാം. വളരെ ശ്രദ്ധാപൂർവം ഇറങ്ങി ഇനി അടുത്ത ഭാഗം. ഓക്കെ, ഇതൊക്കെ ശരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ മേളിൽ നിന്നും വെള്ളം ഭയങ്കര ഫോഴ്സിൽ വരുമ്പോൾ ഈ പാറയുടെ ഭാഗങ്ങളും എല്ലാം ചിലപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകും. ഇപ്പോൾ ഇത്രയും നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റുന്ന അത്രയും വലിയ പാറകളൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്നിരിക്കില്ല. അതെല്ലാം വെള്ളത്തിൻ്റെ താഴെയായിരിക്കും. പക്ഷേ ഇത് സീസൺ അനുസരിച്ചിട്ട് ഇവിടുത്തെ ആംബിയൻസ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പാണിയേരി പോര എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തെ വിശേഷങ്ങൾ കണ്ട് അപ്പോൾ ഞാൻ ഇരുന്ന ഭാഗം കണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നാരോ ആയിട്ട് ഐലൻഡ്സ് പോലെയുണ്ട്. ഐലൻഡ്സിൻ്റെ സൈഡിലൂടെ വെള്ളം ഒഴുകി ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നോക്കൂ, നല്ല വിസ്തൃതിയിലല്ലേ കിടക്കുന്നത്. അവിടെ ഇങ്ങനെ അതുപോലെ പല പല സ്രോതസ്സിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. സ്ട്രീംസ് വന്ന് ജോയിൻ ചെയ്യുകയാണ് ഈ പോരിൽ. സാധാരണയായിട്ട് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് പാണിയേരി പോര് എന്ന് പറയുന്ന പോര് നടക്കുന്ന ഭാഗം കുറച്ചുകൂടെ ആ ഭാഗത്താണ് ഈ വെള്ളം വന്ന് ഇങ്ങനെ കൂട്ടിമുട്ടുന്നത്. അവിടേക്ക് നമുക്ക് ഇതുവഴി ബാംബു ബ്രിഡ്ജ് വഴി നടന്നു പോകാവുന്നൊരു സംവിധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ കൂടുതലുള്ള സമയമാണ്, മഴക്കാലമാണ്. മാത്രമല്ല ഭൂതത്താൻകെട്ടിലെ ഡാമിലെ വെള്ളം തുറന്നു വിടുന്ന സമയം എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് തുറന്നു വിട്ട് എല്ലാം പോയി ഒരു ജാനുവരി അതായത് ഡിസംബർ ജാനുവരി കാലമാകുമ്പോഴത്തേക്കും അതെല്ലാം തുറന്ന് വിട്ട് ഇവിടുത്തെ വെള്ളത്തിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കഴിയുമ്പോൾ പാറകളെല്ലാം കുറച്ചുകൂടെ വിസിബിൾ ആകും. ആ സമയത്ത് ഇങ്ങനെ നടന്ന് അന്നേരം ചെറിയൊരു ബാംബു പാലം ബ്രിഡ്ജിട്ട് കഴിഞ്ഞാൽ ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്ത് നമുക്ക് ആ പോരിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പാണിയേരി പോരും, ഇപ്പുറത്തെ സൈഡിൽ നിബിഡമായ വനവും പാറക്കെട്ടുകളും, ഇങ്ങനെ വനത്തിനകത്ത് കൂടിയുള്ള ചെറിയ വഴിയും നടന്ന് അത് വഴിയായി മാറിയതാണ്. അപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ ഒരു ടോട്ടൽ എങ്ങനെയാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പോൾ മറ്റൊരു നാടൻ വിഭവമായിട്ട് ഇന്ന് ഞാൻ വീണ്ടും അത് തേടിയെത്തിയിരിക്കുകയാണ് സുഷമ ചേച്ചിയുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താണ്? ഞാൻ ചെറുമീൻ വെച്ച് പുളിയില അടയുണ്ടാക്കി. ചെറുമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഴുവ, മാളി, മത്തി, ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ കൊഴുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില സ്ഥലങ്ങളിൽ നെത്തോലി എന്ന് പറയും. അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അത് വെച്ച് പുളിയില അട. പുളിയില സാധാരണ പുളിയില വാളംപുളി, അതിൻ്റെ ഇല, ചെണ്ടർ ഇലയല്ലേ വേണ്ടത്? കുറച്ച് ഇളതായിട്ടുള്ള തൂമ്പല. ആ തൂമ്പല കുറച്ച് കഴുകി നല്ല ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം
കാന്താരി മുളക്. ഓക്കെ, ഇത് രണ്ടും കൂടി ഉപ്പ് ചേർത്ത് പേസ്റ്റ് ആയിട്ട്. പേസ്റ്റ് ആക്കും. ഓക്കെ, ഒരു മഷി പോലെ അരച്ചെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയും. ഏകദേശം ഒരു 20 ഗ്രാം. 1/4 കപ്പ് അത്ര ഏകദേശം. കാന്താരി മുളക് ഒരു 1/4 കപ്പോളം, ബാക്കി കുറച്ച് ഏറെ പുളിയില, പിന്നെ അതിന് കൂടാനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ. നല്ല കട്ടിക്കാണ് അരച്ച് വെച്ചിരിക്കുന്നത്, വളരെ ലൂസായിട്ടല്ല അല്ലേ? അല്ല, ലൂസാക്കും. ഞാൻ ഇനി ലൂസാക്കും. ഇപ്പം അരച്ച് വെച്ചിരിക്കുന്നത് നല്ല കട്ടിക്കാണ്. ഇനി വെളിച്ചെണ്ണ ചേർക്കാനുണ്ട് അല്ലേ? വെളുത്തിനെ ചേർത്ത് മീനും കൂടി ഇട്ട് കുഴക്കും. മിക്സ് ചെയ്ത്. ഓക്കെ, മസാല അരച്ചിരുന്നത്. അതിനെ ഒന്ന് ലൂസാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമില്ല. ഓക്കെ, മസാലയിൽ ഓൾറെഡി ഉപ്പ് അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട. പിന്നെ ഇനി വേണ്ടത് വാഴയിലയാണ്, അതവിടെ റെഡിയാണ്. അപ്പോൾ അരപ്പ് കൂടുതലും അല്ലേ? നല്ലോണം ആ മീന് പുളി കൂടാനുള്ള പേസ്റ്റ് വേണം. അതായത് മീനിനെക്കാട്ടി കൂടുതലാണ് അരപ്പ്, അങ്ങനെയാണ് വേണ്ടത്. നല്ലോണം പുളി ഉണ്ടാവുള്ളൂ. മീനിൽ പുളിനെ വലിച്ചെടുക്കില്ല. മനസ്സിലായി. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി വാഴയിലേക്ക് പരത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചൊരു അളവ് സൈസ് അങ്ങനെയൊന്നുമില്ല. ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ട് അടയുടെ വലിപ്പം കൂടാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് പരത്താം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. ഘനം അധികം വേണ്ട. മറ്റൊരു ഇല കൊണ്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എന്നിട്ട് ഇനി ഒരു ചൂടായി കിടക്കുന്ന തവയിൽ അല്ലെങ്കിൽ ദോശക്കല്ലിലോ വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്, മടക്കിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇല പൊക്കി നോക്കാം അല്ലേ? അപ്പോൾ തവ നല്ല ചൂടായി ഞാൻ അതിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മീൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ, പുളിയില ചുട്ടത് അട ഏതാണ്ട് റെഡിയായി. ടേസ്റ്റ് ചെയ്യാം. എന്താ പുളി ചുട്ട് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. വെരി നൈസ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എരിവും പുളിയും മീനിൻ്റെ സ്വാദും എല്ലാം കൂടെ നല്ല ഡ്രൈ ആയിട്ട് ചുട്ടെടുത്ത മാതിരി നല്ലൊരു ചുട്ടാട. ഇത് ഓട്ടട മാതിരിയാണ് ചെയ്തത്. വെരി നൈസ്, എക്സലൻറ്റ്. ചെയ്യാൻ പറ്റിയ കാര്യമാണ്. വലിയ പാടില്ലല്ലോ ഈ പുളി അല്ലേ? പുളിയെല്ലാം കിട്ടാനും പാടില്ല. നമ്മുടെ കേരളത്തിൽ ഒരു കാന്താരിയാണ് വേണ്ടത്. അതെ, കാന്താരിയുടെ നല്ല എരിവും പുളിയിലയുടെ പുളി, മീനിൻ്റെ ഒരു സ്വാദും